എജുവേഴ്സ് PSCയിലേക്ക് സ്വാഗതം. 2025 ജൂൺ 25-26 കറണ്ട് അഫയേഴ്സാണ് നോക്കുന്നത്. ആദ്യമായി ആക്സിയം മിഷൻ 4 കുതിച്ചുയർന്നു. ആക്സ് 4 എന്നത് സ്പേസ് എക്സുമായും നാസയുമായും സഹകരിച്ച് ആക്സിയം സ്പേസ് നടത്തുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഒരു സ്വകാര്യ ബഹിരാകാശ യാത്രയാണ്. ബഹിരാകാശ പേടകത്തിൻ്റെ പേര് ക്രൂ ഡ്രാഗൺ ഗ്രേസ്. ലോഞ്ച് ചെയ്ത തീയതി 2025 ജൂൺ 25. അംഗങ്ങൾ പെഗി വിറ്റ്സൺ USA വിംഗ് കമാൻഡർ, ശുഭാൻഷു ശുക്ല ഇന്ത്യ പൈലറ്റ്, സ്ലാവോസ് ഉസ്നൻസ്കി പോളണ്ട് മിഷൻ സ്പെഷ്യലിസ്റ്റ്, മറ്റൊരു മിഷൻ സ്പെഷ്യലിസ്റ്റ് കൂടിയുണ്ട് ടീബോർ കാപ്പു ഹംഗറി. 41 വർഷങ്ങൾക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന ഇന്ത്യക്കാരനാണ് ശുഭാൻഷു ശുക്ല. ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയായിരുന്നു. റോക്കറ്റ് ഫാൽക്കൺ 9 ആണ്. US ഫ്ലോറിഡ കെനഡി ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് കുതിച്ചുയർന്നത്. വെള്ളായണി കാർഷിക കോളേജ് വികസിപ്പിച്ച 5 വിത്തിനങ്ങൾ കൂടി കൊണ്ടുപോയിട്ടുണ്ട്. നെല്ലും എള്ള്, തക്കാളി, വഴുതിന, കുറ്റിപ്പയർ എന്നിവയുടെ വിത്താണ് കൊണ്ടുപോയിട്ടുള്ളത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി പേടകം ഘടിപ്പിക്കുന്ന ഡോക്കിംഗ് എന്ന് പറയുന്ന പ്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. 14 ദിവസം മൂവരും നിലയത്തിൽ പരീക്ഷണങ്ങളുമായി കഴിയും. ഇത്രയാണ് ആക്സിയം മിഷൻ്റെ ഇപ്പോഴത്തെ വാർത്ത. എന്തായാലും ഇനി വരാൻ പോകുന്ന PSC എക്സാമിന് 1 മാർക്ക് ആക്സിയം മിഷൻ 4-ൻ്റെതായിരിക്കും. അപ്പം ശ്രദ്ധിച്ചിട്ട് ഓർമ്മിച്ച് വെക്കുക. അടുത്തത് ജൂൺ 25 സംവിധാൻ ഹത്യാ ദിവസ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൻ്റെ 50-ാം വാർഷികമാണ് 2025. പ്രഖ്യാപിച്ച ദിവസം സംവിധാൻ ഹത്യാ ദിവസ് ആയി കേന്ദ്ര സർക്കാർ ആചരിച്ചു. അതിനോടനുബന്ധിച്ച് ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ ദി എമർജൻസി ഡയറീസ് ഇയേഴ്സ് ദാറ്റ് ഫോർജ്ഡ് എ ലീഡർ എന്ന പുസ്തകം കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത് ഷാ പുറത്തിറക്കി. 1975 ജൂൺ 25 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. 1977 മാർച്ച് 21 വരെ നീണ്ടുനിന്നു. ജൂൺ 25 മറ്റൊരു ദിനം കൂടിയുണ്ട്, വേൾഡ് ഡീകാർബണൈസേഷൻ ഡേ. അടുത്തത് ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലെ പുരോഗതിയുമായി ബന്ധപ്പെട്ട റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 99-ാമത്. 2021 ഇത് 109-ാം സ്ഥാനമായിരുന്നു. ഫിൻലാൻഡ്, സ്വീഡൻ, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങൾ 1, 2, 3 സ്ഥാനങ്ങളിൽ. അടുത്തത് 2025 നാറ്റോ ഉച്ചകോടി വേദി നെതർലാൻഡ്സിലെ ഹേഗ്. നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടെ. അടുത്തത് ടൈറ്റൻ സ്പേസിന് കീഴിലുള്ള ബഹിരാകാശ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ജാൻവി ദഗട്ടി, ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ്. അടുത്തത് ഇന്ത്യൻ കൺസർവേഷൻ കോൺഫറൻസ് 2025 വേദി വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഡെറാഡൂൺ. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഡെറാഡൂൺ. അടുത്തത് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ 2025 മികച്ച ചിത്രമായി അങ്കമ്മൽ. സംവിധാനം ചെയ്തത് വിപിൻ രാധാകൃഷ്ണൻ. മികച്ച സംവിധായിക റിമ ദാസ്. ചിത്രം വില്ലേജ് റോക്ക് സ്റ്റാർ 2. അടുത്തത് 2025 നടന്ന പ്രഥമ ഖോ-ഖോ ലോകകപ്പിൽ ഇടം നേടിയ മലയാളി ബി നിഖിൽ. 2025 പാരാ പവർ ലിഫ്റ്റിംഗ് ലോകകപ്പിൽ 1 സ്വർണം, 1 വെള്ളി, 3 വെങ്കലം ഉൾപ്പെടെ 5 മെഡലുകൾ ഇന്ത്യക്ക് ലഭിച്ചു. വേദി ബീജിംഗ്, ചൈന. 2025 ജൂണിൽ അന്തരിച്ച ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് താരം ദിലീപ് ദോഷി. അടുത്തത് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം. 1989 മുതൽ UNOയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ദിനം ആചരിക്കുന്നു. ഈ വർഷത്തെ തീം ദ എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ, ബ്രേക്ക് ദ ചെയിൻ, പ്രിവെൻഷൻ, ട്രീറ്റ്മെൻറ്റ് ആൻഡ് റിക്കവറി ഫോർ ഓൾ എന്നതാണ് 2025 സന്ദേശം. NDPS ആക്ട് 1985, അതായത് നർക്കോട്ടിക്സ്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട്, ലഹരി പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും വിൽക്കുവാനും വാങ്ങുവാനും കൈവശം വയ്ക്കുവാനുമുള്ള അവകാശങ്ങളെ നിയന്ത്രിക്കുന്നതിനാണ് ഈ നിയമം.
അടുത്തൊരു നിയമമുള്ളത് കോട്ട്പ ആക്ട് 2003, ദ സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ് ആക്ട് 2003. സിഗരറ്റ്, മറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പരസ്യവും വഴിയോര കച്ചവടവും ഈ നിയമപ്രകാരം നിരോധിച്ചു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി മയക്കുമരുന്നിൻ്റെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയുന്നതിനായി കേരള പോലീസ് രൂപവൽക്കരിച്ച പദ്ധതിയാണ് യോദ്ധാവ്. യുവജനങ്ങൾക്ക് ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് അവബോധം നൽകുന്നതിനും ലഹരി വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനും കേരള സർക്കാരും എക്സൈസ് വകുപ്പും കൂട്ടായി നടത്തുന്ന പദ്ധതിയാണ് വിമുക്തി. വിമുക്തിയുടെ ബ്രാൻഡ് അംബാസിഡർ സച്ചിൻ ടെണ്ടുൽക്കറാണ്. ലഹരിമുക്ത ക്യാമ്പസുകൾക്കായുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ അല്ലെങ്കിൽ പദ്ധതിയുടെ പേരാണ് ബോധപൂർണിമ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. ഇത്രയും ഓർമ്മിക്കണം. ഇനി അഡീഷണൽ പോയിന്റ്സ് ആണ്. സ്വന്തം മണ്ണിൽ ആദ്യമായി മിസൈൽ പരീക്ഷിച്ച് ജപ്പാൻ. 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ യോഗ പോളിസി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. 2025 ലോകത്തിലെ മികച്ച എയർലൈൻസായി സ്കൈട്രാക്സ് തിരഞ്ഞെടുത്തത് ഖത്തർ എയർവേസ്. മാലിന്യം നീക്കാൻ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ട്രൈസൈക്കിളിൻ്റെ പേര് ഹരിതവാഹിനി. കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2024 പ്രഖ്യാപിച്ചു. കവിതയ്ക്ക് അനിത തമ്പിയാക്കാണ് അവാർഡ് ലഭിച്ചത്. മുരിങ്ങ വാഴ കറിവേപ്പ് എന്നാണ് കൃതിയുടെ പേര്. GR ഇന്ദുഗോപൻ്റെ ആനോ എന്ന നോവലിനാണ് നോവൽ വിഭാഗത്തിന്. ബാലസാഹിത്യം EN ഷീജ, അമ്മ മണമുള്ള കനിവുകൾ. ജീവചരിത്രം അഥവാ ആത്മകഥ ഡോക്ടർ K രാജശേഖരൻ നായർ, ഞാൻ എന്ന ഭാവം. പൂക്കളുടെ പുസ്തകം എന്ന ഉപന്യാസത്തിന് CB കുമാർ അവാർഡിന് M സ്വരാജ് അർഹനായി. അവാർഡുകളുടെ പൂർണ്ണരൂപം മറ്റൊരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തും. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ എന്ന ലക്ഷ്യവുമായി സംസ്ഥാനത്ത് ആരംഭിച്ച ഡിജിറ്റൽ സർവേയാണ് എൻ്റെ ഭൂമി. ദേശീയ ഭൂമി കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയം. ഇത്രയാണ് ടോപ്പിക്. ഇന്നത്തെ ചോദ്യം: ഒമാനും ഇറാനും ഇടയിലുള്ള എണ്ണ ഗതാഗതം നടത്തുന്ന കടലിടുക്ക്. ഫർമാൻ കടലിടുക്ക്, മെഡിറ്ററേനിയൻ കടലിടുക്ക്, ഹോർമൂസ് കടലിടുക്ക്, ഹർമാൻ കടലിടുക്ക്. ഇന്നലത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ്.